അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കി തരട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അല്ലാഹു എല്ലാവരെയും ചേർക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ ലോകത്തെ ജീവിതം ധന്യമായി എന്ന ബോധത്തോടുകൂടെ ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ച എൻ്റെ ആയുസ് അല്ലാഹു സ്വീകരിക്കും എന്ന ബോധത്തോടുകൂടെ ഒരാൾ മരിച്ചു പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ സന്തോഷിക്കും. എപ്പോ സന്തോഷിക്കും? അവന്റെ മരണനേരത്ത് അവനൊരു സന്തോഷം വരും. ബിഷാറത്ത് എന്ന അറബിയിൽ അതിന് പറയും. അങ്ങനെ ഒരു സന്ദർഭം ഒരു മനുഷ്യായുസ് അവസാനിക്കുന്ന നേരം ഉണ്ട് എന്ന വസ്തുത ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ. നമ്മൾ കഴിഞ്ഞ 1-2 ക്ലാസ്സുകൾക്ക് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത് ചർച്ച ചെയ്തതാണ്. ഈ ആയത്ത് മരണനേരത്ത് വിഷമിക്കല്ലേ, ദുഃഖിക്കല്ലേ, നിങ്ങൾ സന്തോഷത്തോടുകൂടെ അള്ളാഹുവിന്റെ വിരുന്നുകാരായി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിലുള്ള മഹാന്മാരായ മലക്കുകൾ ചില ആളുകളുടെ മരണനേരത്ത് ഇത്തരത്തിൽ സന്തോഷ വാർത്ത പറഞ്ഞ് അവരെ ചിരിപ്പിച്ച് ചിരിയോടുകൂടെയുള്ള വേദന അറിയാത്ത മരണത്തിൽ സഹായിക്കും എന്ന ഖുർആന്റെ ഈ ആശയം അള്ളാഹു നമുക്ക് നസീബാക്കി തരട്ടെ. ഇവിടെ സന്തോഷത്തോടുകൂടെയുള്ള ഒരു മനുഷ്യന്റെ വേർപാടിൽ അവൻ ചിരിച്ചു മരിക്കുന്ന, കെലിമ ചൊല്ലി മരിക്കുന്ന, മലക്കുകളുടെ സാന്നിധ്യത്തിൽ മരിക്കുന്ന ഈ ഒരു അവസ്ഥ നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് 24 മണിക്കൂർ നമുക്ക് ഉണ്ടാവേണ്ടത്. ഊണിലും ഉറക്കത്തിലും എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു അധ്വാനത്തിൽ പ്രായോഗികമാക്കണം. ഊണ് അള്ളാഹുവിന്റെ മാർഗത്തിലാക്കാലോ, ഭക്ഷണം കഴിക്കലിന്റെ സുന്നത്ത്, ഉറക്കം അള്ളാഹുവിന്റെ മാർഗത്തിലാക്കാലോ. ഒരു സത്യവിശ്വാസിയുടെ നിരന്തരമായ എല്ലാ പ്രവർത്തനങ്ങളെയും ചിന്തകളെയും വാക്കുകളെയും എല്ലാം അള്ളാന്റെ മാർഗത്തിലാക്കാമല്ലോ. പടച്ചവന്റെ പൊരുത്തത്തിലായി ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കാമല്ലോ. അങ്ങനെയുള്ളൊരു മനുഷ്യൻ അള്ളാന്റെ മാർഗത്തിലായി ത്വാഅത്തിലായി കഴിഞ്ഞുകൂടുമ്പോ മരണം സംഭവിക്കുന്നിടത്ത് സ്വാഭാവികതയാണ് നേരത്തെ പറഞ്ഞ ചിരി ഉണ്ടാവുക എന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ വിവേകമുള്ളവരും തിരിച്ചറിവുള്ളവരും നമ്മളെല്ലാവരും കണക്ക് കൂട്ടി കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരും ആണ് എങ്കിൽ ആഖിറത്തിന്റെ കാര്യത്തിൽ മാത്രമേ നമുക്ക് പരാജയം സംഭവിക്കാറുള്ളൂ. ആ ആലോചന നമുക്ക് ഇടക്ക് നഷ്ടപ്പെടുമ്പോഴായിരിക്കും, ആഖിറത്തെക്കുറിച്ചുള്ള ആലോചന നഷ്ടപ്പെടുമ്പോഴായിരിക്കും നമ്മുടെ മരണം വരുന്നതെങ്കിൽ തീർത്തും നമ്മൾ പരാജയത്തിലേക്ക് പോകും. ഏതായാലും ഞാൻ സുദീർഘമാക്കുന്നില്ല. ഒരാൾ മരണനേരം സന്തോഷിച്ചു മരിക്കുക എന്ന അവസ്ഥ ഒരു മൂമിനായ മനുഷ്യന്റെ സ്വപ്നമാണ്. സ്വർഗത്തിന്റെ പടം കണ്ട് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപം കണ്ട് അവിടുത്തെ ഫോട്ടോ കണ്ട് നല്ലോണം മരണവേദന അറിയാതെ മരിച്ചു പോകുന്ന, ചിരിച്ചു മരിക്കുന്ന ആ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നസീബാക്കി തരട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. മരണനേരത്തെ സന്തോഷം നമുക്ക് മഹാന്മാരായ അയിമ്മത്ത് 5 തരത്തിലാണ് എന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. മരണനേരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്നാവാണെങ്കിൽ, നമ്മളൊരു നല്ല മനുഷ്യനായി അള്ളാന്റെ മുന്നിൽ നമ്മെ സ്ഥിരീകരിക്കപ്പെടാണെങ്കിൽ 5 തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലായിരിക്കും നമ്മുടെ അവസാനം സംഭവിക്കുക. യുഖാലുൽ ബിശാറത്തു ഇൻദൽ മൗതി അലാ 5 ഔജ്ഹ്. മഹാന്മാരായ അയിമ്മത്ത് പറയുന്നു, ഒരു മനുഷ്യൻ മരിക്കാൻ നേരം അവന്റെ അവസാന സമയത്തെ ആ സന്തോഷം, ചിരിച്ചു മരിക്കുക എന്ന അവസ്ഥയിലുള്ള സന്തോഷം 5 തരത്തിൽ നമുക്ക് കാണാൻ കഴിയുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുക. ഒന്നാമത്തതല്ലേ ആമ്മത്തുൽ മുഅ്മിനീൻ, എല്ലാ മുഅ്മിനീങ്ങൾക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു രീതിയാണ് ഒന്നാമത് കാണാനുള്ളത്. അങ്ങനെ വരുമ്പോൾ മലക്കുകൾ പറയും, ലാ തഖാഫു അലാ റദ്ദി അഅമാലിക്കും, നിങ്ങൾ ചെയ്ത അമലുകൾ അല്ലാഹു തള്ളിക്കളയുമെന്നോർത്ത് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ടതില്ല. തീർച്ചയായും നിങ്ങളുടെ അമലുകൾ സ്വീകരിക്കപ്പെടുന്നതാണ്. വലാ തഹ്സനു അലാ ഫൗതി സവാബി, നിങ്ങൾ ചെയ്ത അമലുകളുടെ പ്രതിഫലം നഷ്ടമാകുമോ എന്ന് ചിന്തിച്ച് നിങ്ങൾ വിറയ്ക്കല്ലേ, നിങ്ങൾ തളരല്ലേ, തകരല്ലേ. അതെല്ലാം അമലുകളുടെ
പ്രതിഫലം നിങ്ങൾക്ക് ഇരട്ടിയാണ്, ഇനി സന്തോഷിക്കൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ മരണനേരത്ത് എല്ലാ മുഅ്മിനീങ്ങളെയും പൊതുവെ മഹാന്മാരായ മലക്കുകൾ സന്തോഷിപ്പിക്കുക എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. രണ്ടാമത്തേത് മുഖ്ലിസീങ്ങൾ, അതായത് സാധാരണ മൂമിൻ എന്ന പദവി ഉള്ളതിന്റെ കൂടെ തന്നെ കുറച്ചുകൂടി ഇഖ്ലാസ് കൂടുതലുള്ള ആളുകളാണ്, ആത്മാർത്ഥത വളരെ വല്ലാതെ ഉള്ള ആളുകളാണ്. സാധാരണ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യാതെ ആവറേജ് അമലുകളുമായി ജീവിക്കുന്ന ആളുകൾ. ഇനി പറയുന്ന അവരെക്കാളും കുറച്ചും കൂടി പദവി കൂടിയവര്, ആവറേജ് അമലുകളല്ല, കുറച്ചും കൂടി ഇഖ്ലാസോടുകൂടെ കൂടുതലായിട്ട് അധ്വാനിക്കുന്ന മുഖ്ലിസീങ്ങളായ ആളുകൾ. അള്ളാഹു അതിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അവരാണ് മരിക്കുന്നത് എങ്കിൽ അവരോട് പറയും, ഇതുപോലെ തന്നെ പറയും, നിങ്ങളും സന്തോഷിക്കുക, വിഷമിക്കണ്ട, പേടിക്കണ്ട, ഇഖ്ലാസ് ഉള്ളതനുസരിച്ച് നിങ്ങളുടെ അമലുകളുടെ പദവി അള്ളാഹു തആല കൂടുതലാക്കിയിരിക്കുക. അതുകൊണ്ട് കൂടുതൽ പദവിയുള്ള അമലായിട്ടാണ് നിങ്ങൾ ചെല്ല. സാധാരണ ഒരു മൂമിൻ കൊണ്ടുവരുന്ന അമലല്ല നിങ്ങളുടെ അമൽ. നിങ്ങൾ ഇഖ്ലാസ് കൂടുതലുള്ള ആളായിരുന്നു, നിങ്ങൾ കൃത്യമായി ജമാഅത്തായി നിസ്കരിക്കുന്നവരായിരുന്നുവെങ്കിൽ ആ ജമാഅത്തിനോട് സ്നേഹവും സന്തോഷവും ആത്മാർത്ഥതയും ഉള്ള ആളുകളായിരുന്നു. നിങ്ങൾ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ദാനധർമ്മം ചെയ്യുന്നവരായിരുന്നുവെങ്കിൽ ആ ദാനധർമ്മത്തിൽ നിങ്ങൾ സന്തോഷിക്കുകയും ആത്മാർത്ഥത കാണിക്കുകയും ചെയ്തവരായിരുന്നു. അതുകൊണ്ട് സാധാരണ അത്തരം കാര്യങ്ങൾക്ക് കിട്ടുന്ന കൂലിയല്ല നിങ്ങൾക്കുള്ളത്, ആത്മാർത്ഥതയുടെ ഒരു സ്പെഷ്യൽ കൂലി നിങ്ങൾക്കുണ്ട്, നിങ്ങൾ സന്തോഷിക്കൂ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ വിഭാഗമായ മുഖ്ലിസീങ്ങളോട് ഈ രീതിയിലായിരിക്കും സന്തോഷം മരണനേരത്ത് മലക്കുകൾ അറിയിക്കുക എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ വിഭാഗം കുറച്ചുകൂടി പദവി കൂടാ, ഇഖ്ലാസൊക്കെ ഉണ്ട്, ഈമാനൊക്കെ ഉണ്ട്, അതിന്റെ കൂടെ നിരന്തരമായി തൗബ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രകൃത. തൗബ ചെയ്യുന്ന ആളുകൾ തെറ്റുകളൊക്കെ എപ്പോഴും ഓർത്തോർത്ത് അതിന് പശ്ചാത്തപിക്കുക എന്നത് വളരെ പുണ്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളിപ്പോൾ നല്ലോണാണ് ജീവിക്കുന്നത്, ഒരു തെറ്റും ചെയ്യുന്നില്ല, അൽഹംദുലില്ലാഹ്, നല്ല അമലൊക്കെ ഉണ്ട്, ദിക്റും സ്വലാത്തൊക്കെ യഥേഷ്ടം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ദിവസത്തെ ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്ത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നവരായിരിക്കാം. അതിന്റെ കൂടെ തന്നെ നമ്മുടെ കഴിഞ്ഞ കാലത്തെ പാപങ്ങളെ ഓർക്കുന്നവരും കൂടിയാണെങ്കിൽ, നമ്മളിപ്പോ നല്ലവരാണ് എങ്കിൽ പോലും കഴിഞ്ഞ കാലങ്ങളിലെ നമ്മൾ ചെയ്ത പാപങ്ങളെ ഓർത്തിട്ട് ഈ നല്ല കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ കരയുന്നവരാണെങ്കിൽ ആ പാപങ്ങളെ ഓർക്കുക എന്നത് അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. പാപങ്ങൾ ഓർത്തിട്ട് കരയണം, പടച്ചോനെ എനിക്ക് നീ പുറത്തു തരണേ. അതിനാണ് തായിബ് എന്ന് പറയുന്ന പദവി, തൗബ ചെയ്യുന്നവൻ എന്ന പദവി. മൂന്നാമത്തെ സന്തോഷം ഇങ്ങനെയാണ്, മരണനേരത്ത് മലക്കുകൾ സന്തോഷം അറിയിക്കുന്ന, ചിരിച്ചു മരിക്കുന്ന ആളുകളിൽ ഒരു മൂന്നാമത്തെ വിഭാഗത്തെ കാണുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ കാലഘട്ടത്തിലെ പാപങ്ങളെ ഇപ്പോഴും അവർ മറന്നിട്ടില്ല, അതിനെ ഇപ്പോഴും ഓർത്തോർത്ത് പടച്ചവനോട് തൗബ ചെയ്യും. അങ്ങനെയുള്ള ആളുകളാണ് മരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവരോടും പറയുന്നത്, നിങ്ങളുടെ ആ പാപങ്ങളെ ഓർത്ത് നിങ്ങൾ വിഷമിക്കല്ലേ എന്ന് ആ മരണനേരത്ത് മലക്കുകൾ പറയും. ആ പാപങ്ങൾ മുഴുവനും അള്ളാഹു പൊറുത്തിട്ടുണ്ട്. മാത്രവുമല്ല അള്ളാഹു തആല ആ പാപങ്ങളെ ഓർത്ത് നിങ്ങൾ കരഞ്ഞ കണ്ണുനീരിനെ കണക്കാക്കി പാപങ്ങളുടെ എണ്ണം എത്രയോ അതിന്റെ ഇരട്ടി നിങ്ങൾക്ക് നന്മ എന്ന രീതിയിൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ കണ്ണുനീരിനെ കാണാതിരുന്നിട്ടില്ല. മരണനേരത്ത് നിങ്ങൾ കരയല്ലേ, നിങ്ങൾ ചിരിക്കൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ മൂന്നാമത്തെ വിഭാഗത്തെ മലക്കുകൾ സന്തോഷിപ്പിക്കുക എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. നാലാമത്തെ വിഭാഗം ഈ പറയപ്പെട്ടതെല്ലാം ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ദുനിയവിയായ വിഷയങ്ങളിൽ വലിയ താല്പര്യമില്ലാതെയും ജീവിച്ചു. ഈ പറയപ്പെട്ട പോലെ തൗബയുണ്ട്, ഇഖ്ലാസ് ഉണ്ട്, സാധാരണ മുഅ്മിനീങ്ങൾക്കുള്ള എല്ലാ സ്വഭാവമുണ്ട്. അതിന്റെ കൂടെ തന്നെ ദുനിയാവിനെ വല്ലാതെ സ്നേഹിച്ചിട്ടില്ല അവര്. ദുനിയാവിനെ പരമാവധി ഒഴിവാക്കി ദുനിയവിയായ ആർഭാടങ്ങൾ. എത്രയോ ഉമ്മമാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സ്വർണ്ണാഭരണങ്ങൾ എന്തിനാ ഇനി എനിക്ക്, ഞാനതിപ്പോ ഉപയോഗിക്കുന്നില്ല. സ്വർണം ഉപയോഗിക്കല് തെറ്റാണെന്നല്ല അതിനർത്ഥം. സ്വർണം ഉപയോഗിക്കുന്നതിൽ ഒരു സന്തോഷം അവർക്കില്ല. അത് അള്ളാഹുവിലേക്ക് അടുക്കുന്ന വലിയ വലിയ ആളുകളുടെ ഒരു ലക്ഷണമാണ്. അള്ളാഹു നമ്മുടെ ഈ ക്ലാസ്സുകൾ കാണുന്ന, ഈ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാര് അങ്ങനെ പറയുന്നതൊക്കെ ഞാൻ ഓർക്കുന്നു. അള്ളാഹു തആല അവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ, അവരുടെ നെയ്യത്തുകൾ അള്ളാഹു സഫലമാക്കട്ടെ. ഏതായാലും ദുനിയവിയായ മോഹങ്ങളും ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ അമലൊക്കെ ചെയ്തു പോകുന്നതെങ്കിൽ, അങ്ങനെ ദുനിയവിയായ മോഹം ഉപേക്ഷിച്ച ആളുകളോട് മരണനേരത്ത് മലക്കുകൾ പറയുന്ന സന്തോഷം ഇങ്ങനെയായിരിക്കും, നിങ്ങൾ മഹ്ശറ പേടിക്കണ്ട, നിങ്ങൾ ഹിസാബ് പേടിക്കണ്ട എന്ന് പറയും. മഹ്ശറയും പേടിക്കണ്ട, ഹിസാബും പേടിക്കണ്ട. കാരണം എന്താ? മഹ്ശറയിലെ ആ ഹിസാബ് എന്ന് പറയുന്നത് ദുനിയാവിന്റെ വിഷയത്തിലെ വിചാരണ, ദുനിയാവിലെ വിഷയമാണ് വിചാരണ ചെയ്യുന്നത്. ദുനിയാവിനോട് വലിയ താല്പര്യമില്ലാതെ ജീവിച്ച നിങ്ങൾക്ക് ദുനിയാവിന്റെ വിഷയത്തിൽ എന്താ പേടിക്കാനുള്ളത്? നിങ്ങൾ മഹ്ശറ പേടിക്കണ്ട, നിങ്ങൾ ഹിസാബ് പേടിക്കണ്ട. മാത്രവുമല്ല നിങ്ങൾക്ക് കിട്ടുന്ന കൂലി കുറഞ്ഞു പോകുമോ എന്നും പേടിക്കണ്ട. അബ്ശിറൂ ബിൽ ജന്ന,
നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷിക്കൂ. മരിക്കാൻ നേരം അങ്ങനെ സങ്കടപ്പെടല്ലേ, സ്വർഗം കൊണ്ട് സന്തോഷിക്കൂ. നിങ്ങളുടെ മഹ്ശറയും നിങ്ങളുടെ ഹിസാബൊക്കെ എളുപ്പമാണ്. ബിലാ ഹിസാബിൻ വലാ അദാബ്, നിങ്ങൾക്ക് സ്വർഗം പൂർണ്ണമായും ഹിസാബും അദാബും ഇല്ലാതെ ആ സ്വർഗത്തിലേക്ക് പോകാനുള്ളത്. ഒരു ക്ലേശവും നിങ്ങളെ ബാധിക്കുന്നതല്ല. ഈ അർത്ഥത്തിലായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ എങ്ങനെ ദുനിയവിയായ മോഹങ്ങൾ വല്ലാതെ ഇല്ലാതെ ജീവിച്ചു പോയ ആ മഹത്തുക്കളായ സൂക്ഷ്മതയുള്ള ആളുകളോട് ഈ രീതിയിലായിരിക്കും മലക്കുകൾ സംഭാഷണം നടത്തായെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. മരണനേരത്ത് സന്തോഷം കിട്ടി ചിരിച്ച് കലിമ ചൊല്ലി മരിക്കുന്ന, മരണവേദന ഇല്ലാതെ പോകുന്ന ആ മഹാന്മാരായ ആളുകൾക്ക് അഞ്ചാമത് ആ ആളുകൾക്ക് സന്തോഷ മലക്കുകൾ എത്തിക്കുന്നതിന്റെ ഒരഞ്ചാമത്തെ സ്റ്റേജ് ഇനി കാണുന്നത് ഉഖറവിയായ ആലിമീങ്ങളാണ്. അള്ളാഹുവെ അതിൽ ഞങ്ങളെയൊക്കെ പെടുത്തണം അല്ലാ, ഞങ്ങളുടെ മാതാപിതാക്കൾ മക്കളെ ഒക്കെ അതിൽ പെടുത്തണം അല്ലാ. ഉഖറവിയായ ആലിമീങ്ങൾ, അവർക്ക് ഈ പറയപ്പെട്ട എല്ലാം ഉണ്ട്. ഇഖ്ലാസ് ഉണ്ടായി, അവർക്ക് സുഹദ് ഉണ്ടായി, അതായത് ദുനിയവിയായ മോഹം ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവർക്ക് സാധാരണ മുഅ്മിനീങ്ങൾക്കുള്ള എല്ലാ സ്വഭാവം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകളെ ഓർത്തോർത്ത് കരഞ്ഞ് അവർ തൗബ ചെയ്യുന്ന പദവി ഉണ്ടായിരുന്നു. ഇതെല്ലാം അവർക്കുണ്ട്. അപ്പൊ മുമ്പ് പറയപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും സ്വഭാവങ്ങളും ഉള്ളതിന്റെ കൂടെ ഒരു കാര്യവും കൂടി അവർക്ക് കൂടുതലുണ്ട്. അവർ ജനങ്ങൾക്ക് ഖൈറ് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഒരു അമൽ ചെയ്യാൻ ഒരാളെ പ്രോത്സാഹിപ്പിക്കുകയും അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുക എന്നത് മഹത്തായ കർമ്മമാണ്. ജനങ്ങൾക്ക് ഖൈറ് പഠിപ്പിച്ചു കൊടുക്കുകയും തങ്ങളുടെ ജീവിതത്തിൽ അത് പരമാവധി പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുള്ള ഉഖ്റവിയായ ആലിമീങ്ങൾ, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും യാ റബ്ബൽ ആലമീൻ. അവരുടെ മരണാണെങ്കിൽ മലക്കുകൾ അവരോട് സന്തോഷം അറിയിക്കും. ലാ തഹ്സനൂ ലാ തഖാഫൂ മിൻ അഹ്വാലിൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ ഒരു ഭയവിഹുലമായ അവസ്ഥയും നിങ്ങൾ ഭയക്കേണ്ടതില്ല. ഫഇന്നഹു യുജ്സീകും ബിമാ അമിൽതും, ഓ ഉഖറവിയായ ആലിമീങ്ങളെ, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു നിങ്ങൾക്ക് കൂലി നൽകും. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി, ജന്നത്തി, നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷിക്കുക. ലക്കും വലിമൻ ഇഖ്തദാ ബിക്കും, നിങ്ങൾക്കും സ്വർഗമുണ്ട്, നിങ്ങളെ തുടർന്ന് ജീവിച്ച ആളുകളുണ്ട്, അവർക്കും സ്വർഗമുണ്ട്. അപ്പൊ നിങ്ങൾ കാരണം സ്വർഗത്തിൽ പോകുന്ന ആളുകളുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വല്ലാതെ സന്തോഷിച്ചോ എന്ന് പറയുന്നു. വതൂബ ലിമൻ കാന ഖതമ ഉംറുഹു ബിൽ ബിശാറ, മഹാന്മാര് പറയുന്നു, ഇതുപോലെ മലക്കുകൾ സന്തോഷം അറിയിച്ച് അവസാനം നന്നായി ചിരിച്ചു മരിക്കുന്ന ആളുകൾ അവരെത്ര ഭാഗ്യവാന്മാർ, അവർക്ക് മംഗളം നേരട്ടെ. ഇന്നമാ തകൂനുൽ ബിശാറത്തു ലിമൻ കാന മുഅ്മിനൻ മുഹ്സിനൻ ഫീ അമലിഹി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അമലിലൊക്കെ പടച്ചോനെ ബോധിപ്പിക്കുക എന്നൊരു നെയ്യത്തുണ്ടാവണം. നമ്മൾ നന്നാവണം. മരണനേരം ചിരിച്ചു മരിക്കാൻ മഹാന്മാരായ മലക്കുകൾ നമ്മുടെ മുന്നിൽ വന്നിട്ട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്ന ഒരു പദവി കിട്ടി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു ചേർക്കട്ടെ. അങ്ങനെ സന്തോഷം അറിയിക്കുമ്പോൾ ഇങ്ങനെ 5 സ്റ്റേജിലുള്ള മനുഷ്യന്മാർക്കായി സന്തോഷം കിട്ടാം. അതിൽ 5ാമത്തെ സ്റ്റേജാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. 5ലും പെടാനുള്ള യോഗ്യത അള്ളാഹു നമുക്ക് നൽകട്ടെ. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഉൻ നുസുലൻ മിൻ ഗഫൂരിർ റഹീം. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള മഹാന്മാരായ ശക്തരും യോഗ്യരുമായ മലക്കുകൾ പറയാം, ഈ ദുനിയാവിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്ന ഈ വിഭൽ ഘട്ടത്തിൽ എന്നല്ല, നാളെ ആഖിറത്തിലേക്കുള്ള സർവ്വസഞ്ചാരത്തിലും ഖബറിലും മഹ്ശറയിലും ഹിസാബിലും എല്ലാ ചോദ്യോത്തര വേളകളിലും വിചാരണയിലും ഒക്കെ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട് സഹായത്തിന്. അങ്ങനെ പറയും. നിങ്ങളിപ്പോ പോകേണ്ടത് അള്ളാഹു ക്ഷണിച്ച ഒരു വലിയ വിരുന്നിലേക്കാ പോകുന്നത്. അതുകൊണ്ട് സന്തോഷിച്ചു പോകൂ എന്നാ പറയാ മരണനേരത്ത്. അള്ളാഹുവെ ആ ഭാഗ്യം നൽകണേ തമ്പുരാനെ, ആ ഭാഗ്യം. ഈ ഭാഗ്യമൊക്കെ കിട്ടിയ ആള് ഒരു വലിയ മനുഷ്യനാണ്, ഒരു നല്ല മനുഷ്യനാണ്, ഒരു നല്ല മനുഷ്യനാണ്. ഈ ഭാഗ്യമൊക്കെ കിട്ടുന്നവർ ഒരു നല്ല മനുഷ്യൻ. മഹാന്മാർ പറയുന്നുണ്ട്, ഒരു നല്ല മനുഷ്യനാണ് ഇങ്ങനെ മരിക്കുന്നത്. ആ നല്ല മനുഷ്യനെ നമുക്ക് കണ്ടറിയാൻ പറ്റും. ആ നല്ല മനുഷ്യനെ നമുക്ക് അറിയാൻ പറ്റും. ഈ രീതിയിൽ മരിക്കുന്ന നല്ല മനുഷ്യനെ കണ്ടാൽ 5 അടയാളം ഉണ്ടാവും അയാൾക്ക്. നമുക്ക് സ്വയം പരിശോധിക്കാൻ 5 അടയാളം നമുക്കുണ്ടോ ഇല്ല എന്നുള്ളത്. ഈ രീതിയിൽ മരിക്കുന്ന മലക്കുകൾ സന്തോഷം അറിയിച്ചു മരിക്കുന്ന, ചിരിച്ചു മരിക്കുന്ന നല്ല മനുഷ്യനാണോ ഞാനും നിങ്ങളും? 5 അടയാളമുണ്ട് മഹാന്മാർ പഠിപ്പിക്കുന്നു. അഫ്ദലുന്നാസി മൻ ഫീഹി 5 ഖിസാൽ, 5 അടയാളം. ഒന്നാമത്തേത് അൽ ഊലാ യകൂന മുഖീമൻ അലാ ഇബാദത്തി റബ്ബിഹി. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ
മുന്നിൽ എന്തൊക്കെ അമല് ചെയ്യുന്നുവോ അത് കൃത്യമായി ചെയ്യുന്ന ആളായിരിക്കും ഇങ്ങനെ മരിക്കുന്ന നല്ല മനുഷ്യൻ. കൃത്യമായി ചെയ്യും. ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോ 100 ദിക്ർ ചൊല്ലുന്ന ആളാണ്. 101 ചൊല്ലൂല, 100 ചൊല്ലൂ, 200 ചൊല്ലൂല. ആ 100 കൃത്യമായിരിക്കും, മുടങ്ങൂല. ആ 100 കൃത്യമായിരിക്കും. ളുഹാ നിസ്കാരം 8 റക്അത്ത് നിസ്കരിക്കുന്ന ആളാണ്, വേണ്ട 4 റക്അത്ത് ളുഹാ നിസ്കരിക്കുന്ന ആളാണ്. 4ന്റെ അപ്പുറത്തേക്ക് അയാൾ സമയം ഉണ്ടായാലും നിസ്കരിക്കാറില്ല, പക്ഷെ 4 നിസ്കരിക്കും. ആ 4 എത്ര തിരക്കാണെങ്കിലും 4 നിസ്കരിച്ചിരിക്കും. കൂടുതലോ കുറയുമല്ലോ. ആ കൃത്യനിഷ്ഠ അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ട. കൃത്യമായി ചെയ്യുക. കൃത്യമായി ചെയ്യുന്നതിനെ അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നേരത്തെ പറഞ്ഞ സ്വർഗത്തിന്റെ സന്തോഷ വാർത്ത കിട്ടി ചിരിച്ചു മരിക്കുന്ന, കലിമ ചൊല്ലി മരിക്കുന്ന ആ മഹാന്മാരായ മനുഷ്യന്മാരിൽ 5 അടയാളം ഉണ്ട്. അതിൽ ഒന്നാമത്തെ അടയാളമായി പറയുന്നത് നമുക്കുണ്ടാവുന്നത് കൃത്യനിഷ്ഠ. ചെയ്യുന്ന അമലുകൾ കൃത്യമായി വളരെ അച്ചടക്കത്തോടു കൂടെ ചെയ്തു പോകും. ഒട്ടും കുറയോലോ, കൂടിയാൽ കുഴപ്പമുണ്ടായിട്ടില്ല, ഒട്ടും കുറയൂല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖതീബ് തിബ്രീസി മിഷ്കാത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്, മറ്റു അയിമ്മത്തും ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല അദ്വമുഹാ വലൗ ഖലീലാ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമല്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമല് അദ്വമുഹാ, എന്നും കൃത്യവും അച്ചടക്കവും ഉള്ള അമല്, എന്നും ചെയ്യുന്ന ദായിമായിട്ടുള്ള അമലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലൗ ഖലീല, അത് കുറഞ്ഞതാണെങ്കിൽ പോലും അത് കൃത്യമായി ചെയ്യുന്നു, മുടങ്ങാതെ ചെയ്യുന്നുവെങ്കിൽ അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ സന്തോഷം കിട്ടി ചിരിച്ചു മരിക്കുന്ന, കലിമ ചൊല്ലി മരിക്കുന്ന, അള്ളാന്റെ വിരുന്നിലേക്കാണ് നിങ്ങൾ വരുന്നതെന്ന് പറഞ്ഞ് മലക്കുകൾ സന്തോഷിപ്പിച്ചു കൊണ്ടുപോകുന്ന, അങ്ങനെ മരിക്കുന്ന മഹാന്മാരെ തിരിച്ചറിയാനുള്ള 5 അടയാളത്തിൽ ഒന്നാമത്തെ അടയാളം ഈ പറഞ്ഞതാണ്. അമല് കൃത്യമായിരിക്കും അവരുടേത്, വളരെ കൃത്യനിഷ്ഠയായിരിക്കും. രണ്ടാമത്തേത് അയ്യകൂന മുഖ്ലിസൻ ളാഹിറൻ വബാത്തിന, രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും അവർക്ക് ഒരു സ്വഭാവം തന്നെയായിരിക്കും. ആളുകളെ കാണുമ്പോൾ ഉള്ള ഒരു ഇഖ്ലാസ് അല്ല, അവർ ഒറ്റയ്ക്കാവുമ്പോൾ രണ്ടും ഒരുപോലെ ആയിരിക്കും. ആളുകളെ കാണിക്കുന്ന ഇഖ്ലാസ് അല്ല, ആള് ഒഴിയുമ്പോഴുള്ളത് രണ്ടും ഒരുപോലെ ആയിരിക്കും. ജനങ്ങൾ നോക്കി നിൽക്കുകയാണെങ്കിൽ ചെയ്യുന്ന ഇബാദത്തും പെരുമാറ്റവും അല്ല ജനങ്ങൾ ഇല്ലാത്ത ജനങ്ങളുടെ മുന്നിലാണെങ്കിലും രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഒരേപോലെ ആയിരിക്കും അവർ. അള്ളാഹു ആ സ്വഭാവം നമുക്ക് തരട്ടെ. അത് വലിയൊരു വിഷയം തന്നെയാണ്. മൂന്നാമത്തെ ഗുണം, അവരുടെ മൂന്നാമത്തെ ഗുണം യകൂനന്നാസു മിൻ ശർരിഹി ആമിനീൻ. ആ മഹാന്മാരെ കൊണ്ട് ജനങ്ങൾക്ക് ഒരു ഉപദ്രവവും ഉണ്ടാവൂല, ജനങ്ങൾക്ക് ഒരു വിഷമവും ഈ മനുഷ്യനെ കൊണ്ടുണ്ടാവൂല. ആളുകളുടെ ഇടയിൽ അയാൾ ഒരിക്കലും ഒരു പ്രശ്നക്കാരനല്ല. നമ്മൾ മുഖേന മറ്റൊരാൾ വേദനിക്കാൻ പാടില്ല, നമുക്ക് അവസാനം ചിരിച്ചു മരിക്കാൻ കഴിയില്ല. ഈ മഹാന്മാരെ കൊണ്ട്, ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് ജനങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവില്ല. മൂന്നാമത്തെ അടയാളം അതാണ്. നാലാമത്തെ അടയാളം അയ്യകൂന മിമ്മാ ഫി ഐദിൻ നാസി ആയിസ. ആളുകളുടെ കയ്യിൽ പലതും ഉണ്ടാവും, അതൊന്നും ഇയാൾക്ക് ആവശ്യമില്ല. ജനങ്ങളുടെ കയ്യിൽ പലതും കാണുമ്പോൾ ഒരു മോഹം ഉണ്ടാവുമല്ലോ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ജനങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും കിട്ടിയാൽ എന്റെ കാര്യങ്ങൾ നടക്കൂ എന്ന് ചിന്തിക്കുന്ന ആ ഒരു യാചന മനസ്സ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഉണ്ടാവൂല. ഒരു 10,000 രൂപയുടെ ആവശ്യം വന്നാൽ അത് കടം വാങ്ങാതെ പരമാവധി സംഘടിപ്പിച്ച് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരു തരം, ഒരു സ്വഭാവം, അതായിരിക്കും ഇവരുടെ നാലാമത്തെ അടയാളം. അഞ്ചാമത്തെ അടയാളം അൻ യകൂന മുസ്തഇദ്ദൻ ലിൽ മൗതി. മരിക്കുമെന്നത് ഉറപ്പിക്കുകയും ആ മരിക്കുന്നത് എപ്പോഴാണെങ്കിലും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും എടുത്ത് കെലിമ ചൊല്ലാൻ തയ്യാറായ നാവുമായി എപ്പോഴും തെറ്റുകുറ്റങ്ങളിൽ നിന്നും ഒഴിവായി മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, ഒരുങ്ങിയിരിക്കുന്ന ഒരു പ്രകൃതം, മരണത്തിന് വേണ്ടി എപ്പോഴും മരണം സംഭവിക്കുമെന്ന ഒരു കാത്തിരിപ്പിന്റെ പ്രകൃതം അവരിൽ ഉണ്ടാകും. ഈ 5 അടയാളമാണ് മഹാന്മാരായ മലക്കുകൾ സന്തോഷിപ്പിച്ച് ചിരിപ്പിച്ച് സ്വർഗത്തിലേക്ക് അള്ളാന്റെ വിരുന്നിനാണ് നീ പോകുന്നതെന്ന സന്തോഷ വാർത്ത അറിയിച്ച് വേദന അറിയാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന മഹാന്മാരെ തിരിച്ചറിയാനുള്ള 5 അടയാളം ഈ 5 അടയാളങ്ങളാ. നമുക്കൊന്നും നന്നാവണ്ടേ? നമ്മുടെ ജീവിതത്തിൽ ഈമാനിന്റെ ഒരു വെളിച്ചം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാവണ്ടേ? ഈമാൻ എന്ന് പറഞ്ഞാൽ
മഹാനായ അബൂബക്കറിന് റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഒരുപാട് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയ ഒരു വളരെ വളരെ പ്രശസ്തമായ ഒരു വാക്കാണിത്. അബൂബക്കറിന് റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഈമാൻ എന്ന് പറഞ്ഞാൽ ഒരു മൂമിനായ മനുഷ്യന്റെ ഖൽബിൽ ഉണ്ടാവേണ്ട ഒരു പ്രത്യേകമായ ഒരു വിശേഷണമാണ്, ഒരു പ്രത്യേകമായ ഒരു പ്രതിഭാസമാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. ഈമാൻ ഒരു വൃക്ഷം പോലെയാണെന്ന് മഹാനായ അബൂബക്കറിന് റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. നമ്മുടെ മനസ്സിന്റെ അകത്തായി ഈമാൻ എവിടെ? ഹൃദയത്തിലാണ്. ഹൃദയത്തിലുള്ള ഈമാൻ ഒരു മൂമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിലുള്ള ഈമാൻ ഒരു വൃക്ഷം പോലെയാണ്. ആ വൃക്ഷത്തിന് 7 ശിഖരങ്ങളുണ്ടത്രേ. ഈമാൻ എന്ന് പറയുന്ന ഹൃദയത്തിലുള്ള ആ വൃക്ഷം 7 ശിഖരങ്ങളായി നിൽക്കുക. ആ 7 ശിഖരത്തിലും നമുക്ക് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയും. ആ 7 ശിഖരം ഇമാം അബൂബക്കറിന് റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നമ്മുടെ ഈമാൻ എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞു കാര്യമുണ്ടല്ലോ, നമ്മുടെ ഹൃദയത്തിലുള്ള ഈമാൻ ചെറുതാ, വളരെ ചെറുതാ. അത് ഒരു വൃക്ഷം മാതിരി നിങ്ങൾ സങ്കല്പിക്കണം. അത് ഹൃദയത്തിൽ കുടികൊള്ള. അള്ളാഹു അത് വലുതാക്കി തരട്ടെ. ചെറിയ ഈമാൻ കുറയുകയും കൂടുകയും ചെയ്യുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരിയുടെ ഒക്കെ തുടക്കത്തിൽ ആ ഒരു വലിയ ചർച്ച തന്നെ മഹാനായ ഇമാം ബുഖാരി കൊണ്ടുവരുന്നുണ്ട്. ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. ഒരു തീപ്പൊരി അത് വലിയ തീനാളമായി തീജ്വാലയായി മാറും. ചെറുതുമതി കാണാറുണ്ട് പലപ്പോഴും. വലിയ തീകൾ പടർന്ന് പിടിച്ച് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നിടത്ത് നാം കാണുന്ന ഏറ്റവും വലിയ ഒരു കാര്യം, ഒരു ചെറിയ തീപ്പൊരിയായി തുടങ്ങിയതാ അത് വലിയ തീപ്പന്തമായി ആളിക്കത്തുന്ന പടർന്നു പിടിച്ച വലിയ കാട്ടുതീകളായി മാറിയത് ഒരു ചെറിയ തീയാ. നമ്മുടെ ഹൃദയത്തിലും ഒരു തീപ്പൊരി അള്ളാഹു തന്നിട്ടുണ്ട്. അള്ളാഹു അത് നീ വലുതാക്കി തരണേ അള്ളാഹ്. അത് ഈമാനാ. 7 ശിഖരങ്ങളാ വൃക്ഷത്തിനുള്ളത്. ഒരു വൃക്ഷം പോലെ സങ്കല്പിച്ചാൽ 7 ശിഖരമാണ് എന്ന് ഇമാം അബൂബക്കറിന് റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അതിൽ 1ാമത്തെ ശിഖരം പോകുന്നത് നമ്മുടെ മനസ്സിലേക്ക് തന്നെയാ, ഹൃദയത്തിലേക്കാ. നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് പോകുന്ന ഈമാനിന്റെ 1ാമത്തെ ശിഖരം. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രയോജനം എന്താണെന്നറിയുമോ? പടച്ച റബ്ബിന് പൊരുത്തമുള്ള നല്ല നല്ല ഉദ്ദേശങ്ങളും ചിന്തകളുമായിരിക്കും നമ്മുടെ മനസ്സിൽ വരാ. ഈമാനിന്റെ 1ാമത്തെ ശിഖരം ഹൃദയത്തിലെത്തിയാൽ അങ്ങനെയാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 2ാമത്തെ ശിഖരം പോകുന്നത് നമ്മുടെ നാവിലേക്ക്. 2ാമത്തെ ശിഖരം ഈമാൻ എന്ന വൃക്ഷത്തിന്റെ 2ാമത്തെ ശിഖരം നമ്മുടെ നാവിലേക്കാണ്. അതിന്റെ പ്രയോജനം എന്താ? നമ്മുടെ നാവിൽ നല്ല വർത്തമാനം വരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു പ്രകാശമുള്ള മധുരമുള്ള വർത്താനം വരും നമ്മുടെ നാവിൽ. വളരെ നിലവാരവും നിലയും വിലയും പടച്ചോന് പൊരുത്തുള്ളതുമായ വർത്താനം വരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈമാൻ എന്ന വൃക്ഷത്തിന്റെ 3ാമത്തെ ശിഖരം പോകുന്നത് 2 കാലുകളിലേക്കാണ് പോകുന്നത്. 2 കാലിലേക്കും പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ നല്ല കാര്യങ്ങളിലേക്ക് നടന്നു പോകും. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ നടന്നു പോവാ, അതുപോലെ തന്നെ കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി നടന്നു പോവാ. ഈമാനുള്ള കാലിനാണ് അങ്ങനെ പറ്റുള്ളൂ. 4ാമത്തെ ശിഖരം പോകുന്നത് നമ്മുടെ 2 കരങ്ങളിലേക്കാണ്. ഈ കൈ കൊണ്ട് നല്ലതേ ചെയ്യൂ. ഈ കൈ കൊണ്ട് ഹറാമുകൾ ചെയ്യൂല. ഈ കൈ കൊണ്ട് ഹറാമിൻ്റെത് വാങ്ങൂല, ഹറാമിൻ്റെത് കൊടുക്കൂല. ഹറാമുമായ ഒരു ബന്ധവും നമ്മുടെ കൈകൾക്ക് ഉണ്ടാവൂല. 5ാമത്തേത് 2 കണ്ണുകളാണ്. അതിന് നമുക്ക് കിട്ടുന്ന പ്രയോജനം ഈമാൻ എന്ന വൃക്ഷത്തിന്റെ 5ാമത്തെ ശിഖരം പോകുന്നത് നമ്മുടെ 2 കണ്ണിലേക്കാണ്. എന്താ അതുകൊണ്ടുള്ള പ്രയോജനം? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മൾ കാണൂല നമ്മുടെ കണ്ണുകൊണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് റബ്ബിനെ കുറിച്ച് ഓർക്കാൻ കഴിയുന്ന, അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന കാഴ്ചകളാ. നമ്മെക്കാളും താഴെ എന്ന് തോന്നുന്ന ഒരാളെ നമ്മൾ കണ്ടാൽ പടച്ചോന്റെ അനുഗ്രഹങ്ങളെ ഓർക്കും. പടച്ചോനെ അവനെ കാണുമ്പോൾ ഞാൻ എത്ര വലിയ അനുഗ്രഹത്തിലാണെന്നാ എന്റെ മനസ്സ് പറയുന്നത്. ഞാൻ അവനെ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, അല്ലാഹ് നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ, അള്ളാഹുവേ നീ തന്ന അനുഗ്രഹങ്ങൾ എത്ര വലിപ്പ. ഈമാനിന്റെ 6ാമത്തെ ശിഖരം പോകുന്നത് നമ്മുടെ ഉള്ളിലേക്കാണ്, നമ്മുടെ വയറ്റിലേക്കാ പോകുന്നത്. 6ാമത്തെ ശിഖരം
ആ വയറ്റിലേക്ക് പോയാൽ ഈമാന്റെ 6ാമത്തെ ശിഖരം നമ്മുടെ വയറ്റിലുണ്ടെങ്കിൽ നമ്മുടെ വയറ്റിൽ ഹലാലല്ലാത്ത ഒന്നും ചൊല്ലൂല, ഹറാമായ ഭക്ഷണം അങ്ങോട്ട് എത്തൂല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈമാനിന്റെ 7ാമത്തെ ശിഖരം പോകുന്നത് നമ്മുടെ താല്പര്യങ്ങളിലേക്കാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത ഒരു താല്പര്യം നമ്മുടെ മനസ്സിൽ വരൂല. ഇങ്ങനെ ഈമാൻ എന്ന് പറയുന്നത് ഒരു വൃക്ഷം പോലെ, 7 ശിഖരമുള്ള ഒരു വൃക്ഷം പോലെ സങ്കല്പിച്ചാൽ ഈ 7 ശിഖരങ്ങളിലും നമ്മുടെ ജീവിതം ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലവരാ. ഒരുപാട് അമലുകൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ഈ അമലുകൾ ആസ്വദിച്ച് ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടെങ്കിൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം അതിലൊരു സന്തോഷം ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു ഈ ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു മഹത്തായ അമലാണ് നിസ്കാരം എന്നുള്ളത്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മം, അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹ അസ്സലാ, നിസ്കാരാണ്. മനുഷ്യ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം. നിസ്കാരത്തിൽ തന്നെ ഏറ്റവും വലിയ പുണ്യകർമ്മം സുജൂദാണ്. സുജൂദ് ആസ്വാദ്യമാകണം. സുജൂദ് തന്നെ നിസ്കാരത്തിലെ മറ്റു കർമ്മങ്ങളെ പോലെ അല്ലാതെ 2 പ്രാവശ്യമായിട്ടാണ് സുജൂദ് ഉള്ളത്. എല്ലാ അമലുകളും, നിസ്കാരത്തിന്റെ എല്ലാ അമലുകളും സിംഗിളാണ്, എന്നാൽ സുജൂദ് ജോഡിയാണ്. 2 സുജൂദാ. റുക്കൂ ഒന്നേ ഉള്ളൂ. ഒരു റക്അത്തിൽ 2 പ്രാവശ്യം ചെയ്യുന്ന ഒരു അമൽ, റക്അത്തുകളുടെ എണ്ണം അനുസരിച്ച് ഇരട്ടി പ്രാവശ്യം വരുന്ന ഒരു അമൽ, അത് സുജൂദാണ്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളാഹു ഈമാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഭൂമിയിൽ സുജൂദ് ചെയ്യുമ്പോഴാ. ഭൂമിയിൽ സുജൂദ് ചെയ്യാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നിടത്ത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ആ സുജൂദ് നമ്മളെ എവിടെ കൊണ്ടുപോയി എത്തിക്കുന്നറിയോ? സുജൂദ് ഒന്നും പാഴല്ല. മഹാന്മാര് പഠിപ്പിക്കുന്ന, ഇദാ കാന യൗമുൽ ഖിയാമത്തി യബ്അസുല്ലാഹുൽ ഖലായിഖ മിൻ ഖുബൂരിഹിം. അല്ലാഹു തആല ഖിയാമത്ത് നാളില് ഖബറിൽ നിന്നും മനുഷ്യന്മാരെയൊക്കെ, എല്ലാ സൃഷ്ടിചരാചരങ്ങളെയും പുനർജീവിപ്പിക്കുമ്പോൾ, എല്ലാവരെയും പുനർജീവിപ്പിക്കുമ്പോൾ, വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യുസിലൂൻ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. സൂറത്ത് യാസീൻ പറയുന്നുണ്ടല്ലോ, ഖബറിൽ നിന്നും പുനർജീവിതത്തിലേക്ക് സൂറന്ന കാഹളത്തിലെ 2ാമത്തെ ഊത്ത് കേട്ടിട്ട് ഓരോരുത്തരും പോവാ. ആ സമയം ഖബറിൽ നിന്നും മൂമിനീങ്ങൾ, സ്വർഗത്തിലേക്ക് പോവേണ്ട മൂമിനീങ്ങൾ, മരണനേരം നിങ്ങൾ ചിരിച്ചു മരിക്കൂ എന്ന് മലക്കുകൾ വന്ന് സമാധാനിപ്പിച്ച് സന്തോഷിപ്പിച്ച് കെലിമ ചൊല്ലി സ്വർഗം കണ്ട് മരിച്ച മൂമിനീങ്ങൾ ഖബറിൽ നിന്നും പുനർജീവിതത്തിലേക്ക് പോകാൻ നേരത്ത്, ഖബറല്ലേ, പൊടിയും മണ്ണും ഒക്കെ ഉള്ള സ്ഥലല്ലേ, അവരെ റെഡിയാക്കാൻ വേണ്ടി മലക്കുകൾ ഖബറിലുണ്ടാകും. മലക്കുകൾ അവരുടെ ശരീരത്തിൽ പുരണ്ടിരിക്കുന്ന പൊടിപടലങ്ങളും മൺതരികളും തട്ടിക്കുടയുമ്പോ, മഹാന്മാരായ മലക്കുകൾ മൂമിനീങ്ങളുടെ ശരീരത്തിലെ പൊടിപടലങ്ങൾ ഖബറിൽ നിന്നും പുനർജീവിതത്തിന്റെ നേരത്തെ ഇങ്ങനെ തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കി കഴിയുമ്പോ, നെറ്റിയുടെ ഭാഗത്ത് വരുമ്പോ അവിടെ മണ്ണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ മഹാന്മാരായ മലക്കുകൾ അത് തൂത്ത് വൃത്തിയാക്കും. വൃത്തിയാക്കി കഴിയുമ്പോൾ വീണ്ടും അവിടെ മണ്ണ് കാണപ്പെടും. അങ്ങനെ മലക്കുകൾ വീണ്ടും നെറ്റിയിലെ മണ്ണ് തൂത്ത് കളയും. അപ്പോൾ വീണ്ടും മണ്ണ് വരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകളോട് പറയും, മലക്കുകളെ, ആ മണ്ണ് പോവൂലായ മലായികത്തി ലൈസ ദാലിക തുറാബു മിൻ ഖുബൂരിഹിം. കാരണം നിങ്ങളിപ്പോ തട്ടിക്കുടഞ്ഞപ്പോ പോയ മണ്ണ് മുഴുവനും ഖബറിൽ നിന്നും അവരെ മറവ് ചെയ്തപ്പോ ശരീരത്തിൽ പുരണ്ട മണ്ണാണ്, ഖബറിലെ മണ്ണാണ് ഇപ്പൊ തട്ടിക്കളഞ്ഞപ്പോ പോയത് മുഴുവൻ. എന്നാൽ നെറ്റിയിലെ മണ്ണ്, ആ മണ്ണല്ല മലക്കുകളെ, ആ മണ്ണ് അവരുടെ ഭൂമിയിലെ അധ്വാനമാണ്. ആ മണ്ണ്, നെറ്റിയിൽ ആ മണ്ണുണ്ടാകും. ഏത് മണ്ണ്? നമ്മൾ സുജൂദ് ചെയ്ത ഇടത്തിലെ ആ മണ്ണ്. എവിടെയാണ് സുജൂദ് ചെയ്തത്? ആ ഇടത്തിൽ ഉള്ള മണ്ണ് നമ്മുടെ നെറ്റിയിൽ നമുക്ക് സാക്ഷിയാണ്. ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദഉ അലൈഹിം ഹത്താ യഅ്ബിറു സിറാത വയദ്ഖുലുൽ ജന്ന. ആ മണ്ണ് ഒരു അടയാളമായി അവർ സിറാത്ത് വിട്ട് കിടക്കട്ടെ, സ്വർഗത്തിൽ എത്തട്ടെ. ആ മണ്ണ് നിങ്ങൾ തൂത്ത് കളയേണ്ടതില്ല എന്ന് മലക്കുകളോട് പറയും. ഹത്താ ഇന്നമൻ നദറ ഇലൈഹിം യഅരിഫു അന്നഹും ഖവാസു ഇബാദി.
നെറ്റിയിൽ ആ മണ്ണ് വെളിച്ചമായി നിൽക്കുന്ന അവരെ കാണുന്നവർക്ക് മുഴുവനും മനസ്സിലാകും ഇവർ അള്ളാഹുവിന്റെ സ്പെഷ്യൽ ടീമാണെന്ന് മനസ്സിലാകും. അങ്ങനെ മനസ്സിലാവണം. അതുകൊണ്ട് സുജൂദ് എന്ന് പറയുന്ന പുണ്യകർമ്മം. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഈമാൻ എന്ന് പറയുന്ന വൃക്ഷം 7 ശിഖരങ്ങളായി വിടർന്നു നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ 7 ശിഖരങ്ങളും ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ആ 7 ശിഖരവും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈമാനുള്ളവരാണെങ്കിൽ ആ പ്രകാശം നമ്മുടെ നെറ്റിയിൽ ഉണ്ടാകും. നമ്മൾ ഭൂമിയിൽ ചെയ്യുന്ന ഇബാദത്തുകൾക്കൊരു മധുരം ഉണ്ടാവും. ഈമാൻ എന്ന് പറഞ്ഞ മധുരല്ലേ? സുജൂദിനോട് സന്തോഷം ഉണ്ടാവും. സുജൂദൊന്നും വെറുതെ ആവൂല. സുജൂദൊന്നും വെറുതെ ആവൂല. ഭൂമിയിൽ ചെയ്യുന്ന സുജൂദിൽ നമുക്ക് സന്തോഷവും സംതൃപ്തിയും ഉണ്ടാവും. ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ മലക്കുകൾ സന്തോഷം പറഞ്ഞ് കെലിമ ചൊല്ലി ചിരിച്ചു മരിക്കുക എന്ന അവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് കഴിയും. അല്ലാഹു തആല ജീവിതത്തിൽ അത് സാധ്യമാക്കി തരട്ടെ. ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അല്ലാഹു തആല ഫലം തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ചേരാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ.